ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നേരത്തെ വീഡിയോ കണ്ടു കാണും ഈ റിംഗ് ലൈറ്റ് അൺബോക്സ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെറ്റപ്പ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അത് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റാൻഡ് എടുക്കണം. അതിനുശേഷം ഈ കാണുന്ന ബോൾട്ട് കണ്ടോ, ഈ ബോൾട്ടാണ് നമ്മുടെ റിംഗ് ലൈറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സിബിൾ ആക്കണം. ഈ വശം വെച്ച് നമുക്ക് ഇതിങ്ങനെ പിരിച്ചു കൊടുക്കും ഗൈസ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്കൊരു റബ്ബർ പോലത്തെ ഒരു സാധനം നമുക്ക് കൂടെ കിട്ടും. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ ഇവിടെ അധികം ഡാമേജ് ആവാതിരിക്കാനാണ് നമ്മൾ ഈ സാധനം നന്നാക്കുന്നത്. ഇവിടെ നല്ല സോഫ്റ്റാണ്. നമ്മൾ ഈ സാധനം കറക്റ്റ് നമുക്കിതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് ഇതുപോലെ പിരിച്ച് ടൈറ്റ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ റെഗുലേറ്റർ ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് സ്റ്റാൻഡിൻ്റെ ഈ സ്ക്രൂ ഒന്ന് ലൂസാക്കണം. അതിനുശേഷം നമ്മൾ ഓരോ വശത്തിൻ്റെ ലെഗ് നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കണം. കണ്ടോ, ഇതിങ്ങനെ വലിക്കണം, ഇതിങ്ങനെ വലിക്കണം. എന്നിട്ട് ഇതേ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഇത് ബാക്ക് താഴും. കണ്ടോ, നമ്മളിങ്ങനെ കുത്തിയതിന് ശേഷം ഇങ്ങനെ ഞെക്കി കൊടുത്താൽ മതി. ഇതേ കണ്ടോ, ഇപ്പോൾ നല്ല വിടർന്ന് വന്നു ഗൈസ്. ഇനി നമ്മുടെ പരിപാടി നമ്മളിത് ഇതിൻ്റെ ലെവൽ നമ്മൾ കറക്റ്റാക്കിയതിന് ശേഷം ഇതേ അടിയിലത്ത് ഇത് ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളിത് തെന്നി പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ടോട്ടൽ പ്രോസസ്സ് ഇത് ഇത്ര എത്തി. ഇനി നമുക്കിതിൻ്റെ ഹൈറ്റ് കൂട്ടണം. ഹൈറ്റ് കൂട്ടണമെങ്കിൽ ഏറ്റവും താഴത്തെ ബാർ ആദ്യം നമ്മൾ തിരിക്കണം. ഏറ്റവും താഴത്തെ ഇതുകൊണ്ട് ഇങ്ങനെ ആക്കിയതിന് ശേഷം ലൂസാക്കിയതിന് ശേഷം നമുക്ക് മുകളിലോട്ടിങ്ങനെ പൊക്കണം. കണ്ടോ, ഇനി നമുക്കിങ്ങനെ ഞെക്കി കയറ്റി കൊടുക്കാം. നമ്മൾ ടോട്ടൽ ഇത്ര. ഇനി ഇത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ ഒരു വയർ കിട്ടും. ഈ വയറിൻ്റെ അത് USB ഏതെങ്കിലും ഇത് വെച്ച് കണക്ട് ചെയ്യണം. എനിക്കിപ്പോൾ അത് ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ കണക്ട് ചെയ്ത് നമ്മളൊരു പ്ലഗിൽ കുത്താം. പ്ലഗിൽ കുത്തിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലഗിൽ കുത്തിയതിന് ശേഷം നമ്മുടെ ഈ കാണുന്ന സ്വിച്ചിൽ ബ്ലൂ ലൈറ്റ് എത്തണമെങ്കിൽ ഇതിനകത്ത് കറണ്ട് വരുന്നുണ്ട്. ഇതാണ് മോഡ്. ഈ മോഡ് നമ്മൾ കുറേ പ്രാവശ്യം ഞെക്കുമ്പോൾ ആദ്യം ഒരു വട്ടം ഞെക്കുമ്പോൾ സാധാ വൈറ്റ് വരും. പിന്നെ ഞെക്കുമ്പോൾ നാച്ചുറൽ, പിന്നെ വാം, പിന്നെ ഓഫ്. ഇത് നമ്മൾ ടോട്ടൽ 1 2 3 4 4 വട്ടം ഞെക്കാം. നമുക്ക് നാലാമത്തെ വട്ടമാണ് നമ്മളിത് ഓഫ് ആവണത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ അപ്പും ഡൗണും. ഈ അപ്പും ഡൗൺ എന്തിനാണെന്ന് വെച്ചാൽ ഈ മോഡിൽ നമ്മളിപ്പം ഞെക്കി ഇതിൻ്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കുന്നതിന് നമുക്ക് ഡൗൺ ഞെക്കാം. ഡൗൺ ഞെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കുറയും. അപ്പോൾ ഈ RBG എന്താണെന്ന് വെച്ചാൽ RBG നമ്മൾ ഞെക്കുമ്പോൾ നമുക്ക് പലതരത്തിൽ ലൈറ്റ് വരും. ഇപ്പോൾ നമ്മുടെ ലൈറ്റ് ഇങ്ങനത്തെ കളർഫുള്ളാണ്. പിന്നെ നമ്മൾ ഒന്നുകൂടി ഞെക്കുമ്പോൾ ഇങ്ങനെ വരും. പല ഡിസൈനിലായിരിക്കും ഇത് വരുന്നത്. പിന്നെ ഞെക്കുമ്പോൾ പർപ്പിളും പിങ്കും, പിന്നെ ഞെക്കുമ്പോൾ ഇങ്ങനത്തെ കളറ്, പിന്നെ അങ്ങനെ കുറേ വട്ടം നമ്മൾ ഞെക്കുമ്പോൾ പല രീതിയിലായിരിക്കും ലൈറ്റ് വരുന്നത്. കണ്ടോ, പല ലൈറ്റിൻ്റെ പല രീതിയിൽ വരും. ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ മോഡ് തന്നെ കുറേ ഒരു 3-4 വട്ടം ഞെക്കുമ്പോഴത്തേക്ക് ഇത് ഓഫാവും. കണ്ടോ, ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സ്. ഇതിൻ്റെ നമ്മുടെ മാക്സിമം ഹൈറ്റ് എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് ഇതുണ്ടോ, എന്നെക്കാട്ടി നല്ല വലുതാണ് കേട്ടോ. എന്നെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല പൊക്കത്തെ ഇരിക്കുന്നത്. ഇതിനകത്ത് ഫോൺ വെക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഗൈസ് എന്നെ വെച്ച് ചെയ്യുമ്പോൾ എന്നെ കാണാൻ എൻ്റെ ഏറ്റവും മുകളിലത്തെ സ്ഥലമാണ്. ഇതുണ്ടോ, അത്ര വലിയ ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്, നമ്മുടെ റിംഗ് ലൈറ്റ്. അപ്പോൾ ബൈ.